ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായുള്ള ശോഭയാത്രയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഘോഷയാത്രകൾ ആരംഭിച്ചു. എറണാകുളം അയ്യപ്പൻ കോവിലിൽ നിന്ന് ആര്യ വിനോദ് ചേരുന്നു. തിരുവനന്തപുരത്ത് പാളയത്ത് നിന്ന് സനിസ ശോഭാചന്ദ്രനുമുണ്ട്. ആദ്യം സനിസയിലേക്ക്. സനിസ, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഘോഷയാത്രയിലേക്ക് കടന്നോ? എന്താണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്? ധന്യ, അവസാന ഘട്ടത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് ബാലഗോകുലം ഒരു ഘോഷയാത്ര തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ മഞ്ഞ പട്ടുടുത്ത് ശ്രീകൃഷ്ണന്മാരും അതുപോലെ തന്നെ അതീവ സുന്ദരികളായിട്ടുള്ള ഗോപികമാരും കുചേലനും ഒക്കെ ഒരുങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിശ്ചല ദൃശ്യങ്ങളും ഭജനവും അത്തരത്തിൽ പലതരത്തിലുള്ള കലാരൂപങ്ങളും ഈ ഘോഷയാത്രയുടെ ഭാഗമാകും. അല്പസമയത്തിനകം തന്നെ പാളയത്ത് നിന്ന് ഈ ഘോഷയാത്ര തുടങ്ങും. തിരുവനന്തപുരത്തിന്റെ പല പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഘോഷയാത്രകൾ, ചെറിയ ചെറിയ ഘോഷയാത്രകൾ ഈ മഹാഘോഷയാത്രയുടെ ഭാഗമാകും. ഈ മഹാഘോഷയാത്ര ഈ MG റോഡ് ആകെ ഒരു ചെറിയൊരു ഗോകുലം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് പുത്തരി കണ്ടത്തായിരിക്കും അവസാനിക്കുക. അതിമനോഹരമായ രീതിയിലുള്ള ഒരു ഘോഷയാത്രയുടെ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ നമ്മൾ ഗോപികമാരെയൊക്കെ കാണുന്നുണ്ട്. കൃഷ്ണനും ഗോപികയൊക്കെ ഉണ്ട്. എന്താ ഗോപികയ്ക്ക് പറയാനുള്ളത്? ശ്രീകൃഷ്ണനെ പറ്റി ഒന്നും പറയാനില്ല. ഈ ഗോപികയ്ക്കോ? ശ്രീകൃഷ്ണൻ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഈ ഗോപികമാരും ശ്രീകൃഷ്ണനും ഒന്നും പറയാനില്ല തന്നെ. ഇത്തരത്തിൽ വലിയ ഒരു ജനാവലി തന്നെ ഇവിടെയുണ്ട്. കൊച്ചു കുട്ടികളടക്കം ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടി അതീവ ഒരു സന്തോഷമുള്ള ഒരു അന്തരീക്ഷം എന്ന് പറയാം. ഒട്ടനവധി ചെറിയ ചെറിയ ഘോഷയാത്രകൾ കൂടിയ ഒരു മഹാഘോഷയാത്രയായിട്ടാണ് ഇവിടെ നിന്ന് പുത്തരി കണ്ടത്തേക്ക് പോകുന്നത്. MG റോഡ് ആകെ വർണ്ണശബളമായ രീതിയിലായിരിക്കും ഈ ഘോഷയാത്ര പുറപ്പെടുക. അല്പസമയത്തിനകം തന്നെ ഘോഷയാത്ര തുടങ്ങും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘോഷയാത്രയുടെ ഉദ്ഘാടനം അല്പം മുന്നേ കഴിഞ്ഞു. അത്തരത്തിൽ ഇപ്പോൾ ഘോഷയാത്ര ഓരോ സെക്ഷനായിട്ട് ഒരുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുന്നിലായിട്ട് നമുക്ക് തേര് കാണാം. അതുപോലെ നിശ്ചല ദൃശ്യങ്ങളൊക്കെ പുറകിലായിട്ട് കാണാം. മുത്തുക്കുടകൾ കാണാം. അതുപോലെ തന്നെ ഒരുങ്ങി വന്ന ഒട്ടനവധി ഭക്തരെ കാണാം. അത്തരത്തിൽ ഒരു ഒട്ടനവധി കുഞ്ഞി ഗോപികമാരും അതുപോലെ തന്നെ ഉണ്ണി കണ്ണന്മാരും ഒരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തോതിൽ തന്നെ ഈ ഒരു പാളയത്ത് നിന്നുമാണ് ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര തുടങ്ങുന്നത്. നമുക്കറിയാം ഈ പാളയത്ത് ഒരു ഗണപതിയുടെ ഒരു ക്ഷേത്രം, അതുപോലെ തന്നെ പള്ളി, അതുപോലെ തന്നെ ഒരു ചർച്ച്, അത്തരത്തിലുള്ള ഒരു പ്രദേശത്ത് നിന്നാണ്, അത്തരത്തിലൊരു ഭാഗത്ത് നിന്നാണ് ഈ ഘോഷയാത്ര തുടങ്ങുന്നത്. ആ ഒരു തുടക്കം തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണെന്ന് പറയാം. ആ ഒരു കാഴ്ചയിൽ നിന്നുമാണ് ഈ ഒരു മഹാഘോഷയാത്ര ഒരു ചെറിയൊരു ഗോകുലം സൃഷ്ടിച്ചുകൊണ്ട് MG റോഡിലൂടെ കടന്നുപോയി പുത്തരിക്കണ്ടത്ത് അവസാനിക്കുക. വലിയ ജനാവലിയാണ് ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട്, ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് പാളയത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. കൃഷ്ണ, എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. കൃഷ്ണന്റെ ബർത്ത്ഡേ ആണല്ലോ. എന്താ പറയാനുള്ളത്? ഈ കൃഷ്ണന്മാർക്കൊന്നും ഒന്നും പറയാനില്ല തന്നെ. ഈ കൃഷ്ണൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ വേഷമൊക്കെ കെട്ടിയപ്പോ സന്തോഷായോ? ഒരുങ്ങിയപ്പോ എന്ത് തോന്നി? നല്ല ഭംഗി തോന്നിയോ? കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണോ? ആണോ? കൃഷ്ണ ഭക്തയാണോ? ഗോപികയ്ക്ക് ഒരുങ്ങിയപ്പോ എന്ത് തോന്നി? ഇഷ്ടം തോന്നിയോ? കണ്ണൊക്കെ ഇങ്ങനെ വാലിട്ട് എഴുതിയപ്പോ എന്ത് തോന്നി? ഗോപിക ആയതുപോലെ തോന്നിയോ? കൊച്ചു കുട്ടികളാണ് തന്നെ ഇവിടെ ഇത്തരത്തിൽ വേഷം കെട്ടി കുഞ്ഞു കൃഷ്ണനും ഗോപികയും ഒക്കെ ആയി മാറിയിരിക്കുന്നത്. അവരുടെ ഒരു സന്തോഷം കാണാം. അത്തരത്തിൽ വലിയ രീതിയിൽ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഒക്കെ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒട്ടനവധി സജ്ജീകരണങ്ങളാണ് ഈ മഹാഘോഷയാത്രയുടെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് കാണാം, ഇവിടെ ഇപ്പോൾ ഒരു കൃഷ്ണന്റെ ഒരു വിഗ്രഹമുള്ള ഒരു വണ്ടിയുണ്ട്. അതിൽ പൂക്കളാൽ അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒന്നും രണ്ടും ഒന്നുമല്ല, ഈ ഒരു വലിയ പാളയത്തെ ഒരു വലിയ അങ്ങേ അറ്റം വരെ ഇത്തരത്തിൽ ജനാവലിയും അതുപോലെ അലങ്കരിച്ച ഒട്ടനവധി നിശ്ചല ദൃശ്യങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കേൾക്കാം കൃഷ്ണനെ പറ്റിയിട്ടുള്ള ഗാനങ്ങളും അതുപോലെ ഭജനങ്ങളും ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്.
അതുപോലെ മഹാഘോഷയാത്രയുടെ ഭാഗമായിട്ട് ഗതാഗത സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായി ഇവിടെ പോലീസ് അതുപോലെ തന്നെ എല്ലാവരും സജ്ജമായി തന്നെയാണുള്ളത്. അങ്ങനെ ഘോഷയാത്ര തുടങ്ങി എന്ന് തന്നെ പറയാം. ധന്യ, മെല്ലെ മെല്ലെ ഘോഷയാത്ര പാളയത്തു നിന്നും നീങ്ങുകയാണ്. ഇനി MG റോഡിലാകെ ഒരു ചെറിയ ഗോകുലം സൃഷ്ടിച്ചുകൊണ്ട് ഈ ഒരു ഘോഷയാത്ര തുടങ്ങിയിരിക്കുകയാണ്. ധന്യ. ശരി സനിസ, എറണാകുളം അയ്യപ്പൻ കോവിലിൽ നിന്ന് ആര്യ വിനോദ് കൂടി ചേരുന്നുണ്ട്. ആര്യ, എറണാകുളത്ത് ഘോഷയാത്ര ആരംഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് കാഴ്ചകൾ? ശോഭയാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെല്ലാം വലിയ തിരക്കാണ്. ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്രയാണ് ആരംഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നുമുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടക്കുന്നു. അതിന്റെ ശോഭയാത്രയാണ് നടക്കുന്നത്.